ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗ്രീൻ പീസ് കറിയാണ്. തേങ്ങ അരക്കാതെ തന്നെ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ട് നമുക്കൊരു ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് വെള്ളത്തിൽ 2-3 മണിക്കൂർ കുതിർത്ത് വെച്ച ഗ്രീൻ പീസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി അതിൽ കുക്കർക്ക് ഇട്ട് കൊടുക്കാം. കുക്കർക്ക് ഇട്ടതിന് ശേഷം ഒരു സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി മാത്രം പൊടികളായിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അത് ഗ്രീൻ പീസ് മുങ്ങുന്ന രീതിയിൽ നിൽക്കണം കേട്ടോ വെള്ളം. ഇപ്പോൾ നമ്മൾ അതിന് മുകൾ ഭാഗം വരെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് 3 വിസിലാക്കി കൊടുക്കുക. ഞാൻ 3 വിസിലാണ് കറക്റ്റ് ആക്കൽ. 4ാമത് ആക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ഉടഞ്ഞു പോകും, അത്ര ഒന്നും ഉടയാൻ പാടില്ല. ആ വിസിലായതിനു ശേഷം ഒരു പാൻ വെച്ച് കൊടുക്കുക. അതിന് വെളിച്ചെണ്ണ വേണം ഒഴിച്ച് കൊടുക്കാൻ. അതിന് ശേഷം കടുക് പൊട്ടിക്കുക. പിന്നെ കറിവേപ്പിലിട്ട് കൊടുക്കുക. ഒന്ന് ജസ്റ്റ് വഴറ്റ് ചെയ്തതിന് ശേഷം ഈ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഗ്രീൻ പീസ് ഇതൊക്കെ ഇട്ട് കൊടുക്കുക. ഇനി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത്രേ ഉള്ളൂ, കറി റെഡി. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കണം. നമ്മൾ ആദ്യം വേവിക്കാൻ വെക്കുമ്പോൾ മാത്രമേ ഉപ്പിട്ടുള്ളൂ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് എനിക്ക് കുറവാണ്, അപ്പോൾ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം പിന്നെയും ഇളക്കി കൊടുക്കുക. ഇന്ന് ഇളക്കി കൊടുത്ത് സെറ്റായി, കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം എത്രയുള്ള നമ്മളെ കറി റെഡി. ഒരു 2-3 വിസിൽ വരുന്ന ആവശ്യം. ഓരോരുത്തരുടെ കുക്കറിനനുസരിച്ചിട്ടാണ്. എനിക്ക് എൻ്റെ കുക്കറാണെങ്കിൽ 3 വിസിൽ വേണം. ഓവർ ഉടഞ്ഞു പോകാനും പാടില്ല. ഗ്രീൻ പീസ് അതുപോലെ ചെറുതായിട്ട് നമുക്കതിൽ കാണും വേണം, അല്ലാതെ ഉടഞ്ഞ് അങ്ങോട്ട് ആവാൻ പാടില്ല. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഉള്ളി വയറ്റാൻ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല. പൊടികളും അല്ലാതെ നമ്മൾ ചേർക്കുന്നില്ല. വെറും മഞ്ഞൾപ്പൊടി മാത്രം മതി. നല്ല ടേസ്റ്റാണ്. അപ്പത്തിൻ്റെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഗ്രീൻ പീസ് കഴിക്കാൻ ഇഷ്ടമുള്ളതാണെങ്കിൽ ഇത് അങ്ങനെ ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ ഇത്ര നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ, താങ്ക് യു.